വിശദമായ വാർത്തകളിലേക്ക്. നീറ്റ് പരീക്ഷയ്ക്ക് ഗൾഫ് മേഖലയിൽ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കാത്തത് വിദ്യാർത്ഥികൾക്ക് ആശങ്കയാകുന്നു. കഴിഞ്ഞ വർഷം വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ 9 കേന്ദ്രങ്ങളിലായി 5000-ലേറെ വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. UAE-യിൽ മാത്രം 4 കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ഇത്തവണ പരീക്ഷ എഴുതാൻ നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് ഉൾപ്പെടെ വൻ തുക ചിലവ് വരും. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിന്റെ ഈ വർഷത്തെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത്. അതിൽ ഒരൊറ്റ വിദേശ കേന്ദ്രങ്ങൾ പോലുമില്ല എന്നുള്ളതാണ് വലിയ തോതിൽ സങ്കടകരം. നമുക്കറിയാം, കഴിഞ്ഞ വർഷം 14 വിദേശ കേന്ദ്രങ്ങളായിരുന്നു ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. 5000-ലധികം ആളുകൾ ഗൾഫിൽ നിന്ന് മാത്രം ഈ നീറ്റ് പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം അപ്പിയർ ചെയ്തിരുന്നു. ഇത്തരത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് ഈ ഒരു പുതിയ തീരുമാനം പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കാത്തത് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നാട്ടിലേക്ക് നിർബന്ധമായും പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇനി 3 ആഴ്ച മാത്രമാണ് ഈ ഒരു പരീക്ഷയ്ക്കായി ഇവർക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ. നാട്ടിലേക്ക് പോകണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണ്, പ്രതിസന്ധിയിലാണോ വലിയ? ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇത്രയും കൊല്ലം ഇവിടെ പഠിച്ചു വളർന്നുകൊണ്ട് എല്ലാ പുസ്തകങ്ങളും എല്ലാതും ഇവിടെയാണ്. അപ്പോൾ ഒരു വർഷമായിട്ട് ഇപ്പോൾ നമ്മൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ആക്കുമ്പോൾ എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കണം. പെട്ടെന്ന് നാട്ടിൽ പോകുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമില്ലല്ലോ. നാട്ടിലും അധികം ആൾക്കാരൊന്നുമില്ല, പാരൻസിന് ജോലിയുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ കൂടെ വരാനായിട്ട് പറ്റില്ല ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ. ഇവിടെ ഒരു സെൻറ്റർ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇവിടെയൊക്കെ പഠിക്കണത് തന്നെ. അപ്പോൾ പെട്ടെന്ന് അതില്ലാന്ന് അറിയുമ്പോൾ എല്ലാവരും ഭയങ്കര പ്രശ്നത്തിലാണ്. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തോ? ഇപ്പോൾ എന്താ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? എന്തെങ്കിലും ഒരു കൺഫർമേഷൻ അവരിപ്പോൾ മാറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അത് മാറ്റാൻ വേണ്ടി കാത്തിക്കാം, എന്നിട്ട് അപ്ലൈ ആക്കാന്നുള്ള തീരുമാനത്തിലാണ്. പാരൻസ് ഒക്കെ അത് വെയിറ്റ് ചെയ്യാണ് കൺഫർമേഷന് വേണ്ടിയിട്ട്. ഇനിയും ഒരു ചേഞ്ച് ഉണ്ടാവും, ഇവിടെ ഒരു പ്രതീക്ഷയിലാണ് ഇവിടെ ഓരോ പാരൻസും നിൽക്കുന്നത് തന്നെ. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണോ നിങ്ങളെല്ലാവരും? എങ്ങനെയാണ്? ഇവിടെ ഇപ്പം ഞങ്ങളിപ്പോൾ 6 മാസത്തിന് മുകളിലായിട്ട് ഇവിടെ തന്നെ ഇന്ന് പ്രിപ്പയർ ചെയ്യുവാണ്. ഇപ്പം സഡൻലി അതിപ്പോൾ എല്ലാം ഫുള്ള് നാട്ടിലേക്കാക്കി. അപ്പോൾ ആകെ ഇപ്പം ഇത് ബുദ്ധിമുട്ടിലാണ്. നമുക്ക് മനസ്സിലാവുന്ന ഇന്ത്യയിൽ സെൻറ്റർ കൂട്ടി എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷേ ഇവിടുത്തെ പാരൻസും കുട്ടികൾ എന്ത് ചെയ്യും? കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി അവരെല്ലാവരും നേരത്തെ ലീവും കാര്യങ്ങളും എല്ലാം എടുത്ത് ജൂലൈ ഓഗസ്റ്റിലാണ് ഇവിടെ വെക്കേഷൻ. അപ്പോൾ അവരുടെ സിബ്ലിങ്സ് ഇവിടെ പഠിക്കുന്നുണ്ട്. അതിന് ആ ഒരു പ്രിപ്പറേഷനിലാണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് മെയ് 5-ന് ഏറ്റവും ഫെയർ കൂടിയ സാഹചര്യത്തിൽ കുട്ടികൾ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറയുന്നത് വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്, തീർച്ചയായിട്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യുമെന്നുള്ള വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. കാരണം കുട്ടികളും പാരൻസും ഇപ്പോഴും ആ ഒരു പ്രതീക്ഷയിലാണുള്ളത്. കാരണം ഇതില്ല എങ്കിൽ ഒരുപാട് കുട്ടികൾ എക്സാമിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം കാണുന്നുണ്ട്. മാത്രമല്ല, ഒരിക്കലും കുട്ടികളെ മാത്രമായിട്ട് നാട്ടിലേക്ക് വിടാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ പാരൻസ് കൂടെ പോകേണ്ടി വരും, അവരും ലീവ് എടുക്കണം. അവർ നിലവിൽ ഒരുപാട്, ഇപ്പോൾ നമുക്കറിയില്ല, പ്രവാസികളായിട്ടുള്ള പാരൻസ് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് ഒരു വലിയ പ്രതിസന്ധി അറിയാതെ ഇത് വലിയൊരു പ്രതിസന്ധി കൂടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രൈം മിനിസ്റ്റർ UAE-യിൽ വന്ന സമയത്ത് ഈ ഒരു കൺസേൺ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും പാരൻസ് മുഖാന്തരം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്നും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കൺഫർമേഷൻ തീരുമാനം നമുക്ക് വന്നിട്ടില്ല. മാർച്ച് 9-ാം തീയതിയാണ് അവസാന ഡേറ്റ് വരുന്നത് നീറ്റ് എക്സാമിനേഷൻ്റെ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഹാർഡ്ലി ഒരു 3 വീക്സ് ആണുള്ളത്. UAE-യിലുള്ള എല്ലാവരും വളരെ പാനിക്കായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. തീർച്ചയായും വലിയ പ്രതിസന്ധിയിലാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാവരും. നമുക്കറിയാം, മുൻ വർഷങ്ങളിൽ ഇത്തരത്തിൽ സെൻറ്ററുകൾ അനുവദിക്കാതിരുന്നപ്പോൾ വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതോടൊപ്പം തന്നെ വർഷങ്ങളായി ഇവിടെ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പഠന സാമഗ്രികളടക്കം ഒപ്പം കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട്. വലിയ പ്രതിസന്ധിയാണ് ഈ ഗൾഫ് നാടുകളിലെ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്നത്. കൃത്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരെല്ലാവരും. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നിഹാനും ബഹ്റൈൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയും കൂടിക്കാഴ്ച നടത്തി. മനാമയിലാണ് കൂടിക്കാഴ്ച നടന്നത്. ഗൾഫ് മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കാനുള്ള ആശയങ്ങൾ ഇരുവരും പങ്കുവച്ചു. സൊമാലിയയിൽ നടന്ന ഭീകരാക്രമണത്തിൽ ബഹ്റൈൻ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതിൽ ഷെയ്ഖ് മുഹമ്മദ് അനുശോചനം രേഖപ്പെടുത്തി. മരിച്ച മേജറിന്റെ കുടുംബത്തെയും ഷെയ്ഖ് മുഹമ്മദ് സന്ദർശിച്ചു. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന റമദാൻ സോഖിന്റെ പുതിയ സീസണ് നാളെ തുടക്കമാകും. ദെയ്റയിലെ ചരിത്രപ്രസിദ്ധമായ ഓൾഡ് മുനിസിപ്പാലിറ്റി സ്ട്രീറ്റിൽ അടുത്ത മാസം 9 വരെയാണ് സോഖ് പ്രവർത്തിക്കുക. പുണ്യ റമദാനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായാണ് ദുബായ് മുനിസിപ്പാലിറ്റി റമദാൻ സൂഖ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദുബായിലെ ചരിത്രപ്രസിദ്ധമായ ഓൾഡ് മുനിസിപ്പാലിറ്റി സ്ട്രീറ്റിലാണ് സൂഖ് സജ്ജീകരിച്ചിട്ടുള്ളത്. രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് സൂഖ് പ്രവർത്തിക്കുക. വസ്ത്രം, ഭക്ഷണം, ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കൾ എന്നിവയുൾപ്പെടെ സൂഖിൽ ഒരുക്കിയിട്ടുണ്ട്. റമദാൻ തയ്യാറെടുപ്പുകൾക്ക് ആവശ്യമായ വിവിധ വസ്തുക്കൾ ലഭ്യമാക്കുന്നതിനായി മിനി മാർക്കറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്.
ഹഗൽ ലൈല ആഘോഷിക്കുന്നതിനുള്ള പ്രത്യേക ഉൽപ്പന്നങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു. കൂടാതെ കുട്ടികൾക്കായി തത്സമയ വിനോദ പരിപാടികളും അരങ്ങേറും. സൂക്ക് അടുത്ത മാസം 9 വരെ പ്രവർത്തിക്കും. 24 ദുബായ്. കോഴിക്കോട് തിക്കോടിയിൽ നിന്നുള്ള പ്രവാസികളുടെ കൂട്ടായ്മയായ ഗ്ലോബൽ തിക്കോഡിൻസ് ഫോറത്തിന്റെ UAE ഘടകം ജനറൽ ബോഡി യോഗവും വിന്റർ ക്യാമ്പും അജ്മാനിൽ നടന്നു. പുതിയ പ്രസിഡന്റായി പ്രജീഷ് തിക്കോടിയെയും സെക്രട്ടറിയായി ഷഹനാസ് തിക്കോടിയെയും തെരഞ്ഞെടുത്തു. കലാപരിപാടികളും സൗഹൃദ ഫുട്ബോൾ മത്സരവും പരിപാടിയുടെ ഭാഗമായി. പ്രജീഷ് തിക്കോടി അധ്യക്ഷനായി. മുഖ്യ രക്ഷാധികാരി സത്യൻ പള്ളിക്കര ആമുഖ പ്രഭാഷണം നടത്തി. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മുൻ സെക്രട്ടറി ഷാമിൽ മൊയ്തീന് ബിജു PP മൊമെന്റോ നൽകി. സുജിത്ത് വടകരയ്ക്കുള്ള പുരസ്കാരം പ്രമോദ് തിക്കോടി കൈമാറി. കുവൈറ്റിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു. തൃശൂർ അന്നമനട സ്വദേശി പ്രമോദാണ് മരിച്ചത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി OICC കെയർ ടീം അറിയിച്ചു. കുവൈറ്റ് വിദ്യാഭ്യാസ മന്ത്രാലയം പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ തൊഴിൽ സമയക്രമം നടപ്പിലാക്കി. കിൻഡർ ഗാർഡനുകളും സ്പെഷ്യൽ സ്കൂളുകളും ദിവസത്തിൽ 5 മണിക്കൂർ പ്രവർത്തിക്കും. അധ്യാപകരും അഡ്മിനിസ്ട്രേറ്റർമാരും ഉൾപ്പെടെ എല്ലാ ജീവനക്കാർക്കും വിരലടയാള ഹാജർ സംവിധാനം നടപ്പാക്കുമെന്നും മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ നിബന്ധന പ്രാവർത്തികമാക്കണം. വീഴ്ച വരുത്തിയാൽ അറിയിപ്പില്ലാതെ ശമ്പളം വെട്ടിക്കുറയ്ക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിമർശകൻ അലക്സി നവൽനി മരിച്ചു. ആർട്ടിക്കിലെ ജയിലിൽ കഴിയവെയാണ് മരണം. കാരണം വ്യക്തമല്ലെന്നും അന്വേഷണം ആരംഭിച്ചതായും റഷ്യ അറിയിച്ചു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പുടിൻ വിരുദ്ധർ ആരോപിച്ചു. വെള്ളിയാഴ്ച ജയിൽ കോമ്പൗണ്ടിൽ നടക്കാനിറങ്ങിയ അലക്സി നവൽനി കുഴഞ്ഞു വീണു. എല്ലാ പരിചരണവും ഉറപ്പാക്കിയെങ്കിലും ജീവൻ നിലനിർത്താനായില്ലെന്ന് അധികൃതർ. അന്വേഷണം ആരംഭിച്ചെന്ന് പ്രസിഡന്റിന്റെ പ്രസ് സെക്രട്ടറി ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചു. പല കേസുകളിൽപ്പെട്ട് 2021 ജനുവരി മുതൽ വ്ളാഡിമിറിലെ ജയിലിൽ കഴിയുകയായിരുന്നു അലക്സി നവൽനി. തീവ്രവാദികൾക്ക് പണം നൽകിയെന്ന കേസിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ 19 വർഷം കൂടി തടവു ശിക്ഷ ലഭിച്ചു. ഡിസംബറിൽ ആർട്ടിക് സർക്കിളിലെ യമാൽ നെനറ്റ് മേഖലയിലുള്ള പീനൽ കോളനിയിലേക്ക് നവൽനിയെ മാറ്റി. മോസ്കോയിൽ നിന്ന് 1900 കിലോമീറ്റർ അകലെയുള്ള ജയിൽ തടവിന്റെ കാഠിന്യം കൊണ്ട് കുപ്രസിദ്ധമാണ്. ശീതകാലത്ത് -30 ഡിഗ്രി സെൽഷ്യസാണ് അവിടെ താപനില. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരായ ബ്ലോഗുകളിലൂടെയാണ് അലക്സി നവൽനി ആദ്യം ശ്രദ്ധ നേടിയത്. 2013 മോസ്കോ മേയർ തെരഞ്ഞെടുപ്പിൽ 27% വോട്ടുകൾ സമാഹരിച്ചതോടെ പുടിന്റെ പ്രധാന എതിരാളിയായി. 2018 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെങ്കിലും നിരവധി കേസുകളിൽ പ്രതിയായതിനാൽ അലക്സി നവൽനിക്ക് മത്സരിക്കാനായില്ല. 2020 സൈബീരിയയിൽ വെച്ച് വിഷബാധയേറ്റു. അബോധാവസ്ഥയിലായ നവൽനിക്ക് ജർമ്മനിയിലായിരുന്നു ചികിത്സ. വധശ്രമത്തിന് പിന്നിൽ വ്ളാഡിമിർ പുടിനാണെന്ന് ആരോപണമുയർന്നു. തിരിച്ചെത്തിയ നവൽനിയെ റഷ്യ ജയിലിൽ അടച്ചു. അലക്സി നവൽനിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം റഷ്യൻ ഭരണകൂടത്തിനാണെന്ന് യൂറോപ്യൻ യൂണിയനും നാറ്റോയും ജർമ്മനി, ഫ്രാൻസ്, UK, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളും പ്രതികരിച്ചു. നവൽനിയുടെ മരണം കൊലപാതകമാണെന്ന് നൊബേൽ ജേതാവ് ദിമിത്രി മുറാട്ടോവ് ആരോപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. വയനാട്ടിൽ കാട്ടാൻ ആക്രമണത്തിൽ വീണ്ടും മരണം. കുറുവാദ്വീപിൽ ഇക്കോ ടൂറിസം ജീവനക്കാരൻ പോളിനാണ് ഇന്ന് ജീവൻ നഷ്ടമായത്. രാവിലെയുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായി പരുക്കേറ്റ പോളിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒരാഴ്ചക്കിടെ ആന ആക്രമണത്തിൽ വയനാട്ടിലുണ്ടാകുന്ന 2ാമത്തെ മരണമാണിത്. ചികിത്സ വൈകിയെന്ന ആരോപണം പരിശോധിക്കുമെന്ന് വനം മന്ത്രി പറഞ്ഞു. വനം വകുപ്പിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി വയനാട്ടിൽ ജനരോക്ഷം ഇരമ്പുകയാണ്. രാവിലെ 9 മണിയോടെ കുറുവാദ്വീപിനടുത്തുള്ള ചെറിയ മലക്കവലയിൽ കാവലിനായി എത്തിയതാണ് വനം വകുപ്പ് വാച്ചറായ പാക്കം സ്വദേശി പോൾ. വനത്തിൽ മുള കൊണ്ട് കെട്ടിയ ബെഞ്ചിൽ ഇരിക്കുന്നതിനിടെയാണ് 5-അംഗ കാട്ടാനക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ 300 മീറ്റർ അടുത്തുള്ള ആദിവാസി കോളനിയിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നതിനിടെ ആന ആക്രമിച്ചു. ആന ഇവിടെ അടുത്തെത്തിയ വിവരം കാണുന്നില്ല. അപ്പോൾ ആനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്താണ് ആന പുറകെ പോയി ആക്രമിച്ചത്. എത്ര ആനകൾ ഉണ്ടായിരുന്നു? ആന കൂട്ടമാണോ? അത് കൂട്ടമാണ്. അതിൽ 5 എണ്ണം ഉണ്ട്. ഭാര്യയും മകളും മാത്രമാണ് പോളിന്റെ വീട്ടിലുള്ളത്. വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനായ അദ്ദേഹത്തിന്റെ വരുമാനം കൊണ്ട് മാത്രമാണ് കുടുംബം മുന്നോട്ട് പോയിരുന്നത്. ആനക്കലി കുടുംബത്തിന്റെ നട്ടെല്ല് തകർത്തു. എപ്പോഴാണ് അവിടെ എത്തിയെന്നും എപ്പോഴവർ ചികിത്സ തുടങ്ങിയെന്നും എപ്പോഴവർ കോഴിക്കോട്ടേക്ക് വിട്ടതെന്ന് ചോദിക്കണം. 1:05 ആ ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെട്ടത്. ഒരാളെയും കാണിക്കത്തുമില്ല. ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിവില്ലെങ്കിൽ അവിടെ കൊടുക്കരുത്, അവിടെ നിർത്തരുത്. കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം. എന്തിനാ ഒരു ചികിത്സയും കിട്ടാണ്ട് ഇത്രയും നേരം എൻ്റെ പപ്പ ജീവിച്ചില്ലേ? 2 മണി വരെയുണ്ട്. അപ്പോൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പം മരിക്കുമോ? ആദ്യം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ച പോളിനെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആശുപത്രിയിലെത്തി അരമണിക്കൂറാവുന്നതിന് മുൻപ് മരണം സ്ഥിരീകരിച്ചു. സംവിധാനങ്ങൾ കാര്യക്ഷമമായിരുന്നെങ്കിൽ കൃത്യമായി ചികിത്സ കിട്ടുമായിരുന്നു. ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ കൊണ്ടുപോകേണ്ട ഗതികേട് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ.
വനം വകുപ്പിന് വീഴ്ച ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് നടക്കുന്നത്. ജില്ലയിൽ നാളെ രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആനക്കലിയിൽ ഒരു മനുഷ്യജീവൻ കൂടി പൊലിഞ്ഞു. മരണവിവരമറിഞ്ഞ് വീട്ടിലെത്തുന്നവർ മടങ്ങുന്നതോടെ പാക്കത്ത് ബാക്കിയാകുന്നത് ഈ കുടുംബത്തിൻ്റെ കണ്ണീർ മാത്രം. പ്രജുൽ സുരേഷിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24 വയനാട്. കണ്ണൂർ പയ്യാവൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മാവോയിസ്റ്റ് സംഘത്തിന് പരിക്കേറ്റ ചിക്കമംഗളൂർ സ്വദേശിയായ സുരേഷിനെ കാഞ്ഞിരക്കൊല്ലി ചിറ്റാരി കോളനിയിൽ ഉപേക്ഷിച്ച് മാവോയിസ്റ്റ് സംഘം വനത്തിലേക്ക് കടന്നു. 7 അംഗ മാവോയിസ്റ്റ് സംഘമാണ് സുരേഷിനെ കോളനിയിൽ എത്തിച്ചത്. കർണാടക റിസർവ് വനത്തിലെ യാത്രക്കിടെയാണ് മാവോയിസ്റ്റ് സംഘത്തെ കാട്ടാന ആക്രമിച്ചത്. പിന്നാലെ ചിറ്റാരി കോളനിയിലെ ചപ്പില കൃഷ്ണന്റെ വീട്ടിലെത്തിയ സംഘം പരിക്കേറ്റ സുരേഷിന് ചികിത്സ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് അരിയും മറ്റ് സാധനങ്ങളും ശേഖരിച്ചു മടങ്ങി. ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജനപ്രതിനിധികളും നാട്ടുകാരും എത്തി വിവരം കൈമാറിയെങ്കിലും ഏറെ വൈകിയാണ് പോലീസും തണ്ടർബോൾട്ടും സ്ഥലത്തെത്തിയത്. വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കി. വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മക്നിയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ശ്രമം ഇന്നും വിജയിച്ചില്ല. പനവല്ലി എമ്മടി വനത്തിനുള്ളിൽ നിലയുറപ്പിച്ച ആന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സഖ്രയും ഇന്നു മുതൽ ദൌത്യസംഘത്തിനൊപ്പമുണ്ട്. ബേഗൂർ വനംവകുപ്പ് ഓഫീസിൽ നടന്ന യോഗത്തിന് ശേഷമാണ് ഇന്ന് ദൌത്യം ആരംഭിച്ചത്. 200 അംഗ സംഘത്തിന് പുറമെ കർണാടകയിൽ നിന്നെത്തിയ 25 അംഗ ടാസ്ക് ഫോഴ്സും ദൌത്യത്തിൽ പങ്കെടുത്തിരുന്നു. ഒടുവിൽ ലഭിച്ച റേഡിയോ കോളർ സിഗ്നൽ പ്രകാരം ആന പനവല്ലി മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആനയുള്ള പനവല്ലി എമ്മടി ഭാഗത്ത് വനംവകുപ്പ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ആദണ്ടയിലെ തോട്ടത്തിൽ ആനയെ നാട്ടുകാർ കണ്ടിരുന്നു. തുടർന്ന് ബേലൂർ മഗ്ന എമ്മടി വനമേഖലയിലേക്ക് കയറി. മഗ്നയ്ക്കൊപ്പം സമാന്തരമായി നിൽക്കുന്ന മോഴയാണ് RRT സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്നത്. മോഴയുടെ സാമീപ്യവും അടിക്കാടുകളും ദൌത്യത്തെ ദുഷ്കരമാക്കുന്നു. ദൌത്യം നീളുന്ന പശ്ചാത്തലത്തിൽ PT-7, P2M, അരിക്കൊമ്പൻ ദൌത്യങ്ങൾക്ക് നേതൃത്വം നൽകിയ വെറ്റിനറി ഡോക്ടർ അരുൺ സക്കറിയ ഇന്നു മുതൽ സംഘത്തിനൊപ്പം ചേർന്നു. നാളെ ആനയെ മയക്കുവെടിവെക്കാൻ കഴിയുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. 24 വയനാട്. ഇടുക്കി ബിയിൽ റാമിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടിയ വീട്ടമ്മയ്ക്ക് പരുക്കേറ്റു. മുൻ പഞ്ചായത്ത് അംഗം പാൽത്തായി പഞ്ചാമൃതത്തിനാണ് പരുക്കേറ്റത്. ആനയെ കണ്ട് ഭയന്നോടിയപ്പോൾ 30 അടി താഴ്ചയിലേക്ക് വീണാണ് പരുക്കേറ്റത്. ഇവരെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചക്കക്കൊമ്പനാണ് ആക്രമിച്ചത്. മലപ്പുറം നിലമ്പൂരിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. നിലമ്പൂർ റേഞ്ചിലെ വള്ളുവശ്ശേരി പുന്നപ്പുഴയുടെ തീരത്താണ് ജഡം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ജഡം മറവ് ചെയ്യും. വയനാട് മുള്ളൻകൊല്ലി സുരഭിക്കവലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടിവെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. മണിക്കൂറുകൾ നീണ്ട ശ്രമകരമായ ദൌത്യത്തിനൊടുവിൽ മലയാറ്റൂർ മുളങ്കുഴിയിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷപ്പെട്ട ആന വനമേഖലയിലേക്ക് കയറിപ്പോയി. ഇന്ന് പുലർച്ചെയാണ് 2 വയസ്സുള്ള കുട്ടിയാന കിണറ്റിൽ വീണത്. പുലർച്ചെ 1 മണിയോടെ കാടിറങ്ങിയെത്തിയ ആനക്കൂട്ടത്തിൽപ്പെട്ട 2 വയസ്സുള്ള കുട്ടിയാന കിണറ്റിൽ വീണു. പിന്നാലെ പ്രദേശത്തെയാകെ വിറപ്പിച്ച് കൊമ്പന്മാരുടെ ചിഹ്നം വിളി. ഓടിയെത്തിയ നാട്ടുകാരെ വിരട്ടിയോടിച്ച് കിണറിനരികിൽ ആനക്കൂട്ടം നിലയുറപ്പിച്ചു. വിവരമറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പടക്കം പൊട്ടിച്ച് ആനകളെ തുരത്തി രക്ഷാദൌത്യം ഏറ്റെടുത്തു. 10 മണിയോടെ JCB എത്തി. പക്ഷേ കണ്ടത് അപ്രതീക്ഷിത പ്രതിഷേധം. വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നായി ജനങ്ങളുടെ ആവശ്യം. നാട്ടുകാരെ ഒരുവിധം അനുനയിപ്പിച്ച് രക്ഷാദൌത്യം തുടങ്ങി. 13 കോൽ താഴ്ചയുള്ള കിണറ്റിലേക്ക് ചരിച്ച് വഴിവെട്ടൽ. അതിനായി എടുത്തത് തന്നെ 3 മണിക്കൂറിലേറെ. കാത്തിരിപ്പിനൊടുവിൽ ചിഹ്നം വിളിച്ച് കുട്ടിക്കൊമ്പൻ കരയിലേക്ക് ആരവത്തോടെ സ്വീകരിച്ച നാട്ടുകാർ. രക്ഷപ്പെട്ട ആശ്വാസത്തിൽ കാടിനുള്ളിലേക്ക് ഓടിമറഞ്ഞ കുട്ടിയാനയും. അതീവ ദുഷ്കരമായ രക്ഷാദൗത്യം ഒത്തൊരുമയോടെ വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് അത് പൂർത്തിയാക്കി. മണിക്കൂറുകൾക്കൊടുവിൽ കിണറ്റിൽ നിന്നും ആനക്കുട്ടി ആ ആനക്കൂട്ടത്തിനടുത്തേക്ക്. ക്യാമറാമാൻ സച്ചിനൊപ്പം S. ശ്രീകാന്ത്, 24 കൊച്ചി. സൗദി സന്ദർശനത്തിനെത്തിയ ഡോക്ടർ ശശി തരൂർ MP 24 ചെയർമാനും അബീർ ഗ്രൂപ്പ് പ്രസിഡന്റുമായ ആലുങ്കൽ മുഹമ്മദുമായി ജിദ്ദയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രമുഖ അറബ് മാധ്യമ പ്രവർത്തകൻ ഖാലിദ് അൽ മൈന, അബീർ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജംഷിദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് ആലുങ്കൽ, ഡോക്ടർ മാഹിറ, ഡോക്ടർ ഹിബ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. സൗദിയിൽ നടക്കുന്ന വിവിധ പരിപാടികൾ ഡോക്ടർ ശശി തരൂർ MP പങ്കെടുക്കും.
മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും എക്സാലോജിക്കിനും കനത്ത തിരിച്ചടി. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള നീക്കം പൊളിഞ്ഞെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഏത് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്നാലും കേരളത്തിൽ വില പോകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. തിങ്കളാഴ്ച വാദം പൂർത്തിയാക്കിയ കേസിൽ ഇന്നുച്ചയ്ക്ക് ശേഷമാണ് ജസ്റ്റിസ് M നാഗപ്രസന്ന വിധി പറഞ്ഞത്. SFIOയുടെ വാദങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചാണ് ഹൈക്കോടതി വിധി. പൂർണ്ണമായ വിധിപ്പകർപ്പ് നാളെ ഹൈക്കോടതി സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഹർജി തള്ളുന്നുവെന്ന ഒറ്റവരി വിധിക്കപ്പുറം മറ്റ് നിർദ്ദേശങ്ങളുണ്ടോ എന്ന് നാളെ അറിയാം. എക്സാലോജിക്കിനെതിരായ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള നീക്കം പൊളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. നിയമപരമായി അന്വേഷണം തടസ്സപ്പെടുത്താനാണ് ശ്രമിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. SFIOയുടെ അന്വേഷണത്തിന് എന്തിനാണ് 8 മാസത്തെ കാലപരിധിയെന്നും VD സതീശൻ ചോദിച്ചു. സ്വർണ്ണക്കടത്ത് കേസിലും കരുവന്നൂർ കേസിലും സംഭവിച്ചത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് 2 കൈകളും ശുദ്ധമാണെന്നാണ്. പിന്നെ പറഞ്ഞു മടിയിൽ കനമില്ലെന്ന് പറഞ്ഞു. പിന്നെ അന്വേഷണത്തെ ഭയമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് KSIDCയെ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പണം മുടക്കി ഡൽഹിയിൽ നിന്ന് അഭിഭാഷകനെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അദ്ദേഹത്തിന്റെ മകൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയി. ഇത് രണ്ടും പോയത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കേസിൽ മറുപടി പറയേണ്ട കാര്യമില്ലെന്നും അതൊക്കെ കമ്പനി നോക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂവെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. അതിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. അവർ കേസ് അതുപോലെ കമ്പനി കൈകാര്യം ചെയ്തോളൂ. ഇല്ല, അത് പിണറായിയായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം നിയമ നടപടികളുമായി എക്സാലോജിക്ക് മുന്നോട്ട് പോയേക്കും. വളരെ വേഗത്തിൽ എക്സാലോജിക്കിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയാവും SFIO ചെയ്യുക. എക്സാലോജിക്കിനും വീണ വിജയനും കനത്ത തിരിച്ചടിയാണ് ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ വിധി. തുടർ നടപടികളുമായി എക്സാലോജിക് മുൻപോട്ട് പോകുമ്പോൾ എത്രയും വേഗം എക്സാലോജിക്കിലേക്ക് എത്താനാണ് SFIOയുടെ ശ്രമം. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ബംഗളൂരുവിൽ നിന്ന് മനേഷ് മൂർത്തി, 24. SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ പ്രതിരോധത്തിലായി CPIMും സർക്കാരും. രാഷ്ട്രീയ പ്രേരിതമായ കേസിനെ നിയമപരമായി നേരിടുമെന്ന CPM സെക്രട്ടേറിയറ്റ് പ്രസ്താവനയെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. SFIO റെയ്ഡിന് പിന്നാലെ ഭയന്നാണ് വീണ വിജയൻ കോടതിയെ സമീപിച്ചതെന്ന് ഷോൺ ജോർജും കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നുവെന്ന CPM വാദം പൊളിഞ്ഞുവെന്ന് മാത്യു കുഴൽനാടനും പ്രതികരിച്ചു. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നപ്പോഴും പിന്നാലെ SFIO അന്വേഷണം ആരംഭിച്ചപ്പോഴും രാഷ്ട്രീയ പ്രേരിതമായ നടപടിയെന്നായിരുന്നു CPMന്റെ ആക്ഷേപം. ഒടുവിൽ മാസപ്പടി വിവാദം വന്നതിനു ശേഷം മാത്രമാണ് CMRL ഖനന കരാർ റദ്ദാക്കിയതെന്ന് രേഖകൾ സഹിതം പുറത്തുവന്നു. SFIO അന്വേഷണം തടയണമെന്ന വീണ വിജയന്റെ ഹർജി കൂടി തള്ളിയതോടെ CPIMും സർക്കാരും മുഖ്യമന്ത്രിയും ഒരേപോലെ പ്രതിസന്ധിയിലായി. ഒരിക്കലും രക്ഷപ്പെടുന്ന കേസല്ല എക്സാലോജിക്കിന്റേതെന്ന് പ്രതികരിച്ച KPCC അധ്യക്ഷൻ K സുധാകരൻ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചു. കോടതി അത് റൈറ്റ് ഹാൻഡ് അത് ഡീൽ ചെയ്യുന്ന എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടുന്ന കേസല്ല എക്സാലോജിക് കേസ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ജനമറിയണം, ലോകമറിയണം പിണറായി വിജയനും കുടുംബവും ഇങ്ങനെയാണ് എന്ന് ലോകമറിയണം. അത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ അവകാശമാണ്, ആഗ്രഹമാണ്. അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് നീങ്ങിയാൽ തെറ്റു പറയാനാകില്ലെന്ന് മാത്യു കുഴൽനാടൻ. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഈ കമ്പനി വാങ്ങിയ പണത്തിന് തിരിച്ച് ഫേവർ ചെയ്തത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന നിലയിലേക്ക് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ അന്വേഷണം അദ്ദേഹത്തിലേക്ക് നീണ്ടാൽ ആർക്കും അത് തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. വീണ വിജയന്റെ അറസ്റ്റിലേക്ക് നീങ്ങിയാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ്. CMRലും KSIDCയിലും നടത്തിയ റെയ്ഡിലും എൻക്വയറിയിലും നിർണായകമായ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. കാരണം ഈ 2 ഏജൻസിയിൽ ഇരിക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ട ആളുകളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും എന്തൊക്കെ രേഖകൾ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്ക് നീങ്ങിയാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ നാടകങ്ങളും മുഖ്യമന്ത്രിയുടെ രാജി ഒഴിവാക്കാൻ വേണ്ടിയുള്ള നാടകങ്ങളാണ് ഈ നടക്കുന്നത് മുഴുവൻ. CPM ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരനും പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ അവസരമാണ് വീണ വിജയന്റെ ഹർജി തള്ളാനുള്ള കർണാടക ഹൈക്കോടതിയുടെ തീരുമാനം. അതേസമയം വീണ വിജയനും എക്സാലോജിക്കും തുടർ നിയമ പോരാട്ടത്തിനൊരുങ്ങും. ഡിവിഷൻ ബെഞ്ചിനെയോ സുപ്രീം കോടതിയോ സമീപിക്കാനായിരിക്കും നീക്കം. 24 തിരുവനന്തപുരം. പൊതു തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിന് CPM പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായി. സിറ്റിംഗ് MLAമാരും മന്ത്രിമാരും വരെ പരിഗണനയിലുണ്ട്. ഈ മാസം 27-ന് CPIM സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും.
മുതിർന്ന നേതാക്കൾക്കൊപ്പം യുവാക്കളെയും മത്സരത്തിനിറക്കി വിജയസാധ്യത ഉറപ്പിക്കാനുള്ള പുതിയ തന്ത്രമാണ് CPM-ന്. ചില MLA-മാരെ പരീക്ഷണത്തിനിറക്കണമെന്ന ആലോചനയും നേതൃത്വത്തിനുണ്ട്. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രാഥമിക ചർച്ചകൾ നടന്നു. ആറ്റിങ്ങലിൽ വർക്കല MLA വി ജോയുടെ പേര് മാത്രമാണ് പരിഗണിച്ചത്. ആലപ്പുഴയിൽ സിറ്റിംഗ് MP ആയ AM ആരിഫ് മത്സരിച്ചേക്കും. ജില്ലാ നേതൃത്വത്തിന്റെ അഭിപ്രായവും പരിഗണിച്ചാവും അന്തിമ തീരുമാനം. പത്തനംതിട്ടയിൽ TM തോമസ് ഐസക് വന്നേക്കും. പാലക്കാട് A വിജയരാഘവനാണ് സാധ്യത കൂടുതൽ. M സ്വരാജിന്റെ പേരും ചർച്ചയിലുണ്ട്. ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണനെ മത്സരിപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ ആഗ്രഹം. പക്ഷേ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് K രാധാകൃഷ്ണൻ അറിയിച്ചു. AK ബാലൻ, PK ജമീല എന്നിവരുടെ പേരും ചർച്ചയിലുണ്ട്. കോഴിക്കോട് എളമരം കരി മത്സരിച്ചേക്കും. കണ്ണൂരിലും വടകരയിലും KK ശൈലജയുടെ പേര് പരിഗണനയിലുണ്ട്. കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ പേരും സജീവമാണ്. കാസർഗോഡ് TV രാജേഷിനാണ് സാധ്യത. പൊന്നാനിയിൽ KT ജലീലിന്റെ പേര് സജീവ ചർച്ചയാണ്. മന്ത്രി V അബ്ദുറഹ്മാനെ പരിഗണിച്ചെങ്കിലും താല്പര്യമില്ലെന്ന് അറിയിച്ചതായാണ് വിവരം. മലപ്പുറത്ത് VP സാനുവിന്റെ പേര് വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് വീണ്ടും വന്നേക്കും. ചാലക്കുടിയിൽ മുൻ മന്ത്രി C രവീന്ദ്രനാഥിന്റെ പേരാണ് പാർട്ടി പരിഗണിക്കുന്നത്. എറണാകുളത്ത് പൊതുസ്വതന്ത്രനാണ് സാധ്യത. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി നാളെയും മറ്റന്നാളും ജില്ലാ കമ്മിറ്റികൾ ചേരും. 21-ന് സംസ്ഥാന കമ്മിറ്റി പട്ടിക വീണ്ടും ചർച്ച ചെയ്ത പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾക്ക് വിടും. അതിനുശേഷം കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ ഈ മാസം 27-ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. കർഷക സമരം ശക്തമാകുന്നതിനിടെ പ്രശ്നപരിഹാരത്തിനായി പുതിയ നിർദ്ദേശവുമായി എത്താമെന്ന് കേന്ദ്ര സർക്കാർ. അടുത്ത ഞായറാഴ്ച കർഷകരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചു. സമരത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് ഒരു കർഷകൻ മരിച്ചു. ശംഭു അതിർത്തിയിൽ കർഷകർക്ക് നേരെ പോലീസ് വീണ്ടും കണ്ണീർവാതകം പ്രയോഗിച്ചു. തന്റെ സർക്കാർ പ്രവർത്തിക്കുന്നത് കർഷകർക്ക് വേണ്ടിയെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. താങ്ങുവിലയിൽ നിയമനിർമ്മാണം ഉൾപ്പെടെ കർഷകർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ പുതിയ നിർദ്ദേശങ്ങളുമായി എത്താമെന്നാണ് കർഷകർക്ക് കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ്. താങ്ങുവിലയിൽ സമിതിയെന്ന സർക്കാർ നിർദ്ദേശത്തോട് കർഷകർ യോജിക്കുന്നില്ല. ശംഭു അതിർത്തിയിൽ സമരം തുടരുന്ന കർഷകർ ഞായറാഴ്ചത്തെ ചർച്ച പരാജയപ്പെട്ടാൽ ഡൽഹിയിലേക്ക് നീങ്ങും. ഇപ്പോൾ സർക്കാർ MSPയുടെ കാര്യത്തിൽ നിയമപരമായ ഉറപ്പ് നൽകുന്ന ഇതിനകത്ത് പോവാൻ സർക്കാർ തയ്യാറല്ല. കാരണം അത് ഉറപ്പായിട്ടും കോർപ്പറേറ്റുകളെ ബാധിക്കും. അവർക്ക് കിട്ടുന്ന വിഹിതം കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ബിസിനസ്സിൽ നിലനിൽക്കാൻ കഴിയില്ല. ആത്മഹത്യ ചെയ്യുന്ന കർഷകനെ സംബന്ധിച്ചിട്ട് മരണം ഒരു ഭയമുള്ളതല്ല. അപ്പം അതുകൊണ്ട് തകർക്കാൻ തീരുമാനിച്ച് ഇതൊക്കെ തകർത്ത് മുന്നോട്ട് പോകും. പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ നിന്നുള്ള കർഷകൻ ഗ്യാൻ സിംഗ് ഹൃദയാഘാതത്തെ തുടർന്നാണ് ശംഭു അതിർത്തിയിൽ മരിച്ചത്. കർഷകർക്ക് നേരെ പ്രയോഗിച്ച കണ്ണീർവാതകം സൃഷ്ടിച്ച ശാരീരിക അസ്വസ്ഥതയാണ് മരണകാരണമെന്ന് കുടുംബം ആരോപിച്ചു. അതിനിടെ കർഷകർക്ക് നേരെ പോലീസ് ഇന്നും കണ്ണീർവാതകം പ്രയോഗിച്ചു. തന്റെ സർക്കാർ പ്രവർത്തിക്കുന്നത് കർഷകർക്ക് വേണ്ടിയെന്നായിരുന്നു സമരം ശക്തമാകുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. കർഷകർക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ കൊണ്ടുവന്നുവെന്നും ബാങ്കുകൾ ലോൺ നൽകാതിരുന്നപ്പോൾ കർഷകർക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജസ്ഥാനിലെ ഹനുമാൻഗഡിൽ പ്രധാനമന്ത്രി വെർച്വലായി പങ്കെടുത്ത പരിപാടിയുടെ വേദിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയ കർഷകരെ പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തകർത്ത കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. ടിയർ ഗ്യാസ് ഉപയോഗിച്ച് സമരത്തെ തുരത്താൻ പോലീസ് ശ്രമിക്കുമ്പോൾ അതിർത്തിയിൽ സംഘടിച്ചെത്തി കരുത്താർജിക്കുകയാണ് കർഷക സമരം. ശംഭു അതിർത്തിയിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24. കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകമേളയുടെ മികച്ച റിപ്പോർട്ടിംഗിനുള്ള ദൃശ്യമാധ്യമ പുരസ്കാരം 24-ന്. 24 റിപ്പോർട്ടർ സൂരജ് സജിക്കാണ് പുരസ്കാരം. സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളിയാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.